Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbala, rizqan halalan tayyiban, quluban khashiyah. Ya ayyuhalladhina amanu taqullaha wa qulu qawlan sadida. Yuslih lakum a'malakum wa yaghfir lakum dhunubakum wa man yuti'illaha wa rasulahu faqad faza fawzan 'azima. Assalamu alaikum warahmatullahi wabarakatuh. My beloved sisters, ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം അല്ലേ, കേവലം ഏകദേശം ഒരു മാസത്തിനടുത്തായി, അതിൻ്റെ അടുക്ക് ഒരൊറ്റ ക്ലാസ് അല്ലേ ഉണ്ടായിട്ടുള്ളൂ, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അൽഹംദുലില്ലാ. ഒന്ന് മ്യൂട്ടാക്കണേ. നസീറുണ്ടോ? അൽഹംദുലില്ലാ. പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറഞ്ഞു അല്ലേ. 29 നോൻപ് നോറ്റു, റാഹത്തിലൊക്കെ പെരുന്നാൾ ആഘോഷിച്ചു, ഉംറ ഒക്കെ റാഹത്തായിട്ട് ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാ. സർവശക്തനായ അള്ളാഹുവിന് എത്ര സ്തുതി പറഞ്ഞാലും മതിയായില്ല അല്ലേ. ബാറക്കല്ലാഹു ഫീകി. ഗഫൂറായ, വദൂദായ, മാലിക്കുൽ മുൽക്കായ, ഗനിയായ, ഹമീദായ പരമകാരുണ്യന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഈ വർഷത്തെ 2025 മൺമന്ത് ഉംറ റാഹത്തായിട്ട് നിർവഹിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിനോടൊപ്പം ചേർത്ത് പറയാൻ നിങ്ങളുടെയൊക്കെ ദുആകൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ ഈ അനുഭവത്തിന്റെ, ഈ ഉംറയുടെ അനുഭവത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളോട് 3-4 യൂട്യൂബ് വീഡിയോസ്, 3-4 കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതിനാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ. അതായത് ധാരാളം ആളുകൾ, ഞാൻ ഉംറക്ക് പുറപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകളിൽ നിന്ന് ദുആ വസിയത്തുകൾ കിട്ടിയിരുന്നു. ആ ദുആ വസിയത്തുകളിൽ ഏറെ കുറേയും അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞതിൽ, മറ്റു പല രോഗവും പ്രശ്നങ്ങളും, ഹസ്ബൻഡ് പണിഞ്ഞ് നിൽക്കുന്ന, അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ പറഞ്ഞപ്പോഴും അതിൽ മുഴച്ചു നിന്നിരുന്ന അവരുടെ ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാവരും, മേജർ ആളുകളും പറഞ്ഞിട്ടുള്ള റമളാൻ ഉംറയിലേക്ക് അല്ലെങ്കിൽ ഹജ്ജിലേക്ക് അല്ലെങ്കിൽ ഉംറയിലേക്ക് നമ്മളെ അള്ളാഹുവിനോട് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ പോയി ദുആ ചെയ്യണമെന്നായിരുന്നു അല്ലേ. അതൊരു നല്ല കാര്യം തന്നെ. ആളുകളുടെ മനസ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ളത് തന്നെ വളരെ നല്ല. അൽഹംദുലില്ലാ. 2016 തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റമളാനിൽ ഉംറക്ക് പോയത്. ആ സമയത്ത് അവിടെ ഉംറക്ക് ഞാൻ ചെന്നപ്പോൾ ഞാൻ തന്നെ വളരെ വിഷമിച്ചു പോയി. കാരണം മലേഷ്യ, പല രാജ്യത്തു നിന്ന് ഒരുപാട് ആളുകൾ അവിടെ ഉംറക്ക് വന്നപ്പോൾ നമ്മുടെ മലയാളികളായ ആളുകൾ വളരെ തുലോം എണ്ണത്തിൽ കുറവായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി പ്രാവശ്യം പോയപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. എൻ്റെ കണ്ണ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു, സന്തോഷമായി. കാരണം നമ്മുടെ ആളുകൾ സത്യം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു അത്. പല സ്ഥലങ്ങളിലും മലയാള സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അറിയാതൊരു സന്തോഷത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കി പോകും. കാരണം ഒരുപാട് അറബിയും ഏതൊക്കെയോ ഭാഷയാണല്ലോ നമ്മൾ കേൾക്കുന്നത് അതിനിടയിൽ. അപ്പൊ ഇപ്രാവശ്യം ധാരാളം മലയാളീസ് അവിടെ വന്നു എന്നുള്ളതിന് വലിയൊരു തെളിവാണത്. പിന്നെ നമ്മുടെ വീഡിയോകൾ 3 പറയുന്നത്, ഒന്ന്, ധാരാളം ആളുകൾക്ക് ഉംറകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ. പക്ഷെ അവര് ദുആ ചെയ്തിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിന് എന്താണ് ഒരു പോംവഴി, അതിനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചു. ഒന്നത്. 2, ഹറമിലെ കറന്റ് സിറ്റുവേഷൻ, ഹറമൈനികൾ അല്ലെ, അതായത് നമുക്കറിയാം 2 ഹറമാണ്, മദീന ഹറമും മക്കത്തെ ഹറമും. 2 ഹറമൈനികളെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ, പണ്ട് പോയിട്ടുള്ളവരോ ഇതിനു മുൻപ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതോ ആയ ഒരു കണ്ടീഷനെ അല്ല ഇപ്പോൾ നമ്മൾ അവിടെ കാണാൻ സാധിക്കുന്നത്. തികച്ചും ടോട്ടലി ഡിഫറെന്റ് ആണെന്ന് വേണം പറയാൻ അല്ലേ. അപ്പം ഏത് സമയത്ത് ഏത് വാതിലൂടെ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ കടക്കണം, എപ്പം എങ്ങനെ ഇബാദത്തുകൾ ചെയ്യണം, ഏത് സമയം ചെയ്യാം, അങ്ങനെ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഏതായാലും ഇപ്രാവശ്യം ഒരുപാട് നേരത്തെ രാവിലത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. കുറേ സിസ്റ്റേഴ്സിന് ഹജ്ജിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, കുറേ ആൾ ഉംറക്ക് പോകാൻ വെയിറ്റിങ്ങിലുമാണ്. അപ്പൊ അവർക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പിന്നെ മൂന്നാമത്തെ വീഡിയോ എന്താ വെച്ചാൽ മറ്റു പള്ളികളെ അപേക്ഷിച്ച് നമ്മുടെ മസ്ജിദുൽ ഹറമിന്റെ മാത്രം സവിശേഷതകൾ. ഞാനെന്ന് പറയുന്നത് ഒരു ഒബ്സർവർ ആണ്, ഒരു റിസർച്ചർ ആണ്. എവിടെ പോയാലും എന്ത് കണ്ടാലും ഇങ്ങനെ അതിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടേ നിൽക്കും. അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ, അതിനെ കുറിച്ചിട്ട്. അതുപോലെ എനിക്ക് മക്കയിൽ ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അത്ഭുതം തോന്നി. എന്താ വെച്ചാൽ മക്കയിൽ എങ്ങാണ്ട് ഒരു ചെടി പോലും ഇല്ല. അത് കുറച്ച് ദൂരത്തേക്കൊക്കെ വല്ലപ്പോഴും ഒരു കാരക്കത്തയ്യോ ഒരു തണൽ മരം ഉണ്ടെങ്കിൽ, പക്ഷെ ലക്ഷം ആളുകൾ അവിടെ എത്തുന്നു. ആർക്കും ശ്വാസം മുട്ടുന്നില്ല, ആർക്കും ഓക്സിജൻ പ്രോബ്ലം ഇല്ല. നമ്മളൊക്കെ സയൻസിൽ പഠിച്ചത് ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിക്കുന്നു, ഓക്സിജൻ പുറത്ത് വിടുന്നു, അതാണ് നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് അല്ലേ. പക്ഷെ അവിടെ പോയ അത്ഭുതമായിപ്പോ അല്ലെ. അത് അള്ളാന്റെ ഒരു കുതിരത്ത്, എന്താ പറയേണ്ടി, എന്താ വെച്ചാൽ ഒരു മായാജാലം എന്ന് വേണം പറയാൻ അല്ലെ. ആർക്കും ഒരു ശ്വാസം മുട്ടലോ ഒരു ഓക്സിജൻ ഇത്രയും ആളുകൾ നിറഞ്ഞൊരു സദസ്സിൽ പോലും ഒരു വിമ്മിഷ്ടം നമുക്ക് തോന്നാറില്ല. അൽഹംദുലില്ലാ ഓപ്പൺ എ സികളാണ് എല്ലാ സ്ഥലത്തും. അങ്ങനെ ഹറമടിച്ചിടാനാവും, എ സി അങ്ങനെ വർക്ക് ചെയ്യും, ആളുകൾ ഇങ്ങനെ വന്നു പോയി ഓപ്പണായിട്ട് കിടക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കാം. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പുണ്യ പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ പുണ്യഗേഹമാണ് മക്ക മണലാരണ്യം എന്നതിൽ സന്ദേഹമില്ല. എന്നാൽ മണലാരണ്യം എന്ന് പറയുന്നതിനേക്കാൾ ആക്ച്വലി നിങ്ങൾ മക്കത്ത് പോയാൽ മണൽ തെരഞ്ഞാൽ നിങ്ങൾ കാണില്ല. സത്യം പറയുകയാണെങ്കിൽ അല്ലേ, നമ്മുടെ കാലിലടി പറ്റിയ ഒരു തരി മണ്ണ് പോലും മക്കയിൽ ഇല്ല എന്ന് പറയാം അല്ലെ. മക്ക മണലാരണ്യമാണ് എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും സ്യൂട്ടബിൾ അത് മക്ക പുണ്യ മലമ്പ്രദേശം എന്ന് പറയുന്നതായിരിക്കും അല്ലെ. എവിടെ നോക്കിയാലും മര. എന്തൊരു ഭംഗിയുള്ള മലയാണോ അത്. കാണാത്തവർക്കാണെങ്കിലേ, കണ്ടവർക്ക് പിന്നെ ഇതിന്റെ അതിശയം പറഞ്ഞാക്കല്ല, എന്ത് രസാ കാണാന്. അപ്പൊ നമ്മളൊരു 5 സെന്റ് സ്ഥലം വാങ്ങി ഒരു ബിൽഡിംഗ് എടുക്കണം, ഒരു ലോഡ്ജ് എടുക്കണം എന്ന് വിചാരിച്ചാൽ ആ മല ചെത്തി എടുത്തിട്ട് അവർക്ക് വേണ്ടിയ മല ചെത്തുക, എന്നിട്ട് ലോഡ്ജോ ഹോട്ടൽ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മല എങ്ങനെ അവശേഷിക്കുക, അതെങ്ങനെയാണ് അവർ ചെത്തുന്നതെന്നൊന്നും നമുക്ക് ഒരു തരത്തിലൊരു ഭാവനയെ പോലും കാണാൻ പറ്റില്ല. പ്രൊജക്ട് വർക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ മക്കയിൽ ഒരു ചളിയും പൊടിയും ഒന്നും കാണൂല. അതങ്ങനെ വളരെ വൃത്തിക്ക് അവരെ കോൺട്രാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ അത്ഭുതമായി പോകും അല്ലേ. ആ പുണ്യഭൂമി ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ ആഗ്രഹമില്ലാത്തവർ എണ്ണത്തിൽ വിരളമാണ് അല്ലേ. ഉംറക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ റിക്വസ്റ്റിൽ അധിക പേരും പറഞ്ഞത് എന്താണെന്നുള്ള, ഹജ്ജിനും ഉംറക്കും പോകാൻ അള്ളാഹിനോട് നിങ്ങളൊന്നും ദുആ ചെയ്യണേ, നിങ്ങൾ അവിടെ പോയിട്ട് പറയണേ എന്നൊക്കെ അല്ലെ. അൽ ബഖറ 190 ആയത്തിൽ അല്ലെ, അള്ളാഹുവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യുക എന്നാണ് പറയുന്നത് അല്ലെ. അത് അള്ളാഹുവിന് വേണ്ടി തന്നെ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതല്ലാണ്ട് നാട്ടുകാർ കാണണം, അവര് എന്നെ മക്കയിൽ റമദാനിൽ ഉംറക്ക് പോയി എന്നുള്ള എനിക്കൊരു ലേബിള് വേണം, അതൊന്നും നമ്മൾ ഉദ്ദേശിക്കരുത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും. എന്തിനു നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്നു? ഇടയ്ക്കിടയ്ക്ക് പോകുന്നവരുടെ ഇന്റൻഷൻ എന്ത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഹജ്ജും ഉംറയും ഒന്നും ചെയ്യുന്നത് നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു ടൂറ് പോലെ അല്ല അല്ലെ. ഹജ്ജ് ഉംറ കഴിഞ്ഞ് മടങ്ങുന്നതോട് കൂടില്ലേ, പിന്നെ ഒരു ഉമ്മ പ്രസവിച്ച അല്ലെ, റജ അല്യോമ വലതത്ത്, അതായത് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനോളം പരിശുദ്ധമായ നിലയിലാണ് നമ്മൾ മടങ്ങി വരുന്നത്, അത്രയും പാപമോചിതനായിട്ടില്ലേ. പിന്നെ വേറൊരു വിഷയം, നമ്മൾ പോകുമ്പോൾ നമ്മളായിരിക്കും ഇനക്ക് എത്ര പൈസ വേണ്ട, റംദാനിൽ ഉംറക്കൊക്കെ ആണെങ്കിൽ റേറ്റ് ടോട്ടലി കൂടുതലാണ്. പക്ഷെ ഈ ആ പൈസ എന്ന് പറയുന്നത് അത് അള്ളാഹ് തരൂന്നാ പറയുന്നത്, അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുക. അപ്പൊ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പോലും അത് റീപ്ലേസ് ചെയ്യേണ്ട ബാധ്യത അള്ളാഹുവിനുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഇപ്രാവശ്യം ആയിഷ പറഞ്ഞ പോലെ നല്ലൊരു അമീറും നല്ലൊരു ഗ്രൂപ്പായിരുന്നു. ഒരു ഗ്രൂപ്പിനെ കുറിച്ച് തന്നെ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും അത്രയ്ക്ക് റിയലിസ്റ്റ് കാര്യം നമ്മൾ കാണുന്ന പോലെ, അതായത് പിന്നെ മറ്റേ ഉഹദിൽ വെച്ച് രാത്രി സമയത്തായിരുന്നു നമ്മുടെ ഉഹദ് കൊണ്ടത്. അപ്പൊ നമ്മളൊക്കെ രാത്രി പോകണമെന്ന് പറഞ്ഞപ്പോ നമ്മളെ രാത്രിയൊക്കെ എന്ത് മല കാണാനാ, നോക്കുമ്പം നല്ല സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല പിന്നെ സ്പോർട്സ് സെറ്റ് നടക്കുന്ന പോലെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ അതിങ്ങനെ വിടർന്ന് പരന്ന് കിടക്കുന്ന ഉഹദ് ഷുഹദാക്കള് ഉറങ്ങുന്ന മണ്ണും അതൊക്കെ എന്തോലെ കാണുന്നു. അതൊക്കെ അതിൻ്റെതായ തികഞ്ഞ എന്താ പറയാ ഇമോഷണലി, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അണികൾക്ക് നിർദ്ദേശം നൽകിയതും അവര് അവിടെ മലയിൽ നിന്ന് ഇറങ്ങി പോകുന്നതും ശത്രു സൈന്യം കയറുന്നതും അതിൽ തോൽക്കുന്നതും, അതിനേക്കാൾ ജംസർ അലി അള്ളാഹുവിന്റെ ലിവർ കടിച്ചു തുപ്പുന്ന, അങ്ങനെ കണ്ട പല വസ്തുതകളും ഇങ്ങനെ റിയലായിട്ട് വളരെ
മനോഹരമായിട്ട് മൗലവി വരച്ചു തന്നപ്പോൾ വളരെ സങ്കടമായി പോയി എന്ന് വേണം പറയാൻ. അപ്പൊ ആ ഗ്രൂപ്പിലെ കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു ചരിത്ര സംഭവങ്ങൾ ഓരോ സ്ഥലവും നമ്മളെ കാട്ടിത്തന്ന് അതിനെ ടച്ച് ചെയ്ത് സംസാരിച്ച് ഇദ്ദേഹത്തിൽ. പക്ഷെ എന്റെ മുമ്പൊന്നും പോയിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ ഒരുപാട് ആളുകൾ നിങ്ങളെ മക്കയിൽ പോയിട്ട് പല പല കാര്യങ്ങൾ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിരുന്നു. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അല്ലെ. കഅബ കാണുന്ന രീതിയിൽ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒക്കെയാണ് നമുക്ക് കഅബ കാണാൻ പറ്റുക. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ. ഇപ്പൊ തുറന്ന് പറഞ്ഞാല് വെച്ചാൽ നമ്മൾ പണ്ട് കഅബയിലൊക്കെ പോയി, എൻ്റെ ഉമ്മൊക്കെ പോയ കാലത്ത് ഉമ്മ പറയുന്നതൊക്കെ അവരെത്രയോ ഖത്തം തീർത്തിരുന്നു കഅബയിൽ മക്കത്തിരുന്ന്. ഞാൻ വിചാരിക്കും എത്ര പ്രതിഫലമായിരിക്കും ഉമ്മക്ക് കിട്ടാന്നല്ലേ. പക്ഷെ ഇപ്പോഴങ്ങനെ ഒന്നും അങ്ങനെ ഒന്നും ഇരിക്കുക പ്രാർത്ഥിക്കുക പിന്നെ ഖിറാഅത്ത് ചെയ്യാന്നൊന്നും പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറ്റിയൊരു അവസരമല്ല. അതിന്റെ കാരണം ഞാൻ വിശദീകരിക്കാം. പിന്നെ മക്കയിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വല്ലപ്പോഴും ഒരിക്കലൊക്കെ കഅബന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാല് എൻ്റെ കയ്യിലുണ്ടെന്ന് ആ കാർഡ് നിവർത്തി ഓരോരുത്തരും ഓരോ ആവശ്യങ്ങളും പറഞ്ഞതും പറയാത്തതും അല്ലാതെ വിട്ടുപോയതും എല്ലാം ഞാൻ ഇങ്ങനെ ആത്മാർത്ഥമായ എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ദുആ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ എല്ലാവരുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണമെന്ന് വിചാരിച്ച് തന്നെ പ്രാർത്ഥിച്ചല്ലേ. ഈ മലക്കുകളുടെ മഹനീയ പിന്നെ മലക്കുകളുടെ സാന്നിധ്യമുള്ള മഹനീയ സദസ്സിൽ വെച്ച് ഞാൻ വീണ്ടും വീണ്ടും ദുആ ചെയ്യുക. ഈ പുണ്യഭൂമി സന്ദർശിക്കാനും പാപം കഴുകി കളയാനും അമലുകൾ സ്വീകരിക്കാനും ഉംറ ഹജ്ജുകൾ നിർവഹിക്കുവാനും നാട്ടിൽ വെച്ച് അമലു സ്വാലിഹാത്തുകൾ ചെയ്തവരുടെയും ഉംറക്ക് പോയവരുടെയും അമലുകളെല്ലാം കബൂൽ ചെയ്യുവാനും അള്ളാഹു വിധി കൂട്ടുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ലഭിക്കുന്ന മഹാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അപ്പോൾ ഈ വർഷത്തെ 2025 ഹജ്ജ് ഉംറകൾ അതായത് പുറപ്പെടുന്ന ചില നിർദ്ദേശങ്ങൾ കിട്ടിയപ്പോൾ അവിടെ മക്കയിൽ എത്തിയപ്പോൾ അവിടെ ഒരുപാട് അല്ലേ, അതായത് ഇനിയും കുറെ ആളുകൾ ഉംറക്ക് പോകാനിരിക്കുന്നുണ്ട്. ഹജ്ജിനും സെലക്ഷൻ കിട്ടിയവരുണ്ട്. അപ്പൊ വെച്ചാല് നസീറ ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ നസീറ. അപ്പൊ ചില പോകുന്നവർക്ക് ചില പ്രിക്കോഷൻസ് എടുക്കാൻ, അതായത് ഞാനിവിടെ പരാമർശിക്കുന്നത് അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഹറമിൽ ഒരുപാട് കാര്യങ്ങളിൽ പല പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പോകുന്നവർക്ക് അത് അറിഞ്ഞിരുന്നാൽ വലിയ ഉപകാരമായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് വെച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ മുൻകാലങ്ങളിൽ ഒരുപാട് ആരാധനകൾ നമുക്ക് ഹറമിൽ ഇരുന്നിട്ടോ മുസല്ലയിൽ ഇരുന്നിട്ടോ പിന്നെ ഹറം കണ്ടിട്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. കൂടുതൽ സ്ഥലങ്ങൾ ബാരിക്കേഡ് വെച്ചിട്ട് ഒരു 20 സെന്റ് 30 സെന്റ് സ്ഥലങ്ങളൊക്കെ അവരിങ്ങനെ വളച്ച് കെട്ടിയിട്ടുണ്ട് അല്ലെ. ഒരേ സമയം ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ, ഒരേ ഇരുപ്പിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെ. സോ വാട്ട് വി വിൽ ഡു, നമ്മൾ എന്ത് ചെയ്യും അതാണ് ചോദ്യം അല്ലെ. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണമെങ്കിലും ഹറമിൽ വെച്ച് നമ്മൾ ഏതായാലും പോയ സ്ഥിതിക്ക് ഉംറയും ഹജ്ജും കഴിഞ്ഞ് മടങ്ങുകയല്ല ചെയ്യുന്നത്. കിട്ടുന്ന സമയമൊക്കെ നമ്മൾ ഹറമിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് അവിടെ കിട്ടുന്നില്ല. അതിന്റെ വാട്ട് ഈസ് ദ റീസൺ ഫോർ ബിഹൈൻഡ് ദിസ്, ഇതിന്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം. സൂറത്തു റൂമിലെ 41 ആയത്തിലെ ലഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസി, അതായത് ഭൂമിയിലും കടലിലും കരയിലും എല്ലാം മനുഷ്യന്റെ കുഴപ്പം, ബി ഐദിൻ നാസി മനുഷ്യർ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചതായ കുഴപ്പം കാരണം പല ഫസാദുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ, ഒരു വേള നിങ്ങൾ മടങ്ങിയാലോ എന്ന് വിചാരിച്ചായിരിക്കാം അള്ളാഹു അപ്രകാരം നൽകിയിട്ട്. ഈ ആയത്ത് ഞാൻ എപ്പോഴും സ്മരിച്ചു പോകാറുണ്ട് മക്കയിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം കാണുമ്പോൾ. ഒന്നെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ആളുകളെ ബാരിക്കേഡ് ചെയ്ത് വെച്ചിട്ട് കുറേ സ്ഥലം ഒഴിച്ചു വെളിച്ചതിന്റെ ലക്ഷ്യം ഒന്ന് വല്ല പ്രശ്നങ്ങളോ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ക്രെയിന് വീണ് പൊട്ടി ഇനിയിപ്പോ എന്തെങ്കിലും പിന്നെ ഇലക്ട്രിക്കൽ ഷോർട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപാട് ആളുകളെ ഇതിന്റെ അകത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് അത്ര ഒഴിച്ചിടുന്നത്. 2, പിന്നെ ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് മുസല്ലയിൽ ഇരിക്കുമ്പോൾ ഓരോ ഭക്ത നിസ്കാരം കഴിയുമ്പോഴും അവർ നമ്മെ പുറത്താക്കിയിട്ട് അത് ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. നോമ്പിനൊക്കെ ക്ലീൻ ചെയ്യാൻ എന്താ പകൽ
കൂടുതലൊന്നും ഫുഡൊന്നും കഴിക്കുന്നൊന്നും ഇല്ലല്ലോ. പക്ഷേ അത് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനിപ്പോ എൻ്റെ അനിയത്തിയും ആങ്ങളെയും ഭാര്യയും എല്ലാം കൂടെ ഉംറക്ക് വന്നിരിച്ചോളി. അപ്പൊ അവിടുത്തെ ആൾക്കാർ ഒരു സ്വദേശികളെ സ്വഭാവം ഞാൻ പറയണം. അപ്പൊ ഞങ്ങളെല്ലാം കൂടി ഹറമിൽ ഒരുപാട് സ്ഥലം അങ്ങ് കയ്യേറി വെക്കും. ഞങ്ങളെ മുസല്ലി, ഞങ്ങളെ ബെഡ്ഷീറ്റും പുതപ്പും ബ്ലാങ്കറ്റും എല്ലാം കൊണ്ടാ വരുന്നത്. എന്നിട്ട് അവര് പിന്നെ അനിയത്തി ഏട്ടത്തിയൊക്കെ കുളിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ പുറത്തു പോയാൽ അവർക്കെല്ലാം സ്ഥലം വെച്ച് ഒരു മുസല്ലിട്ട് മൂടിയിട്ട് കുറേ സീറ്റ് അവിടെ അക്വയർ ചെയ്ത് വെക്കും. എന്നിട്ട് പുതുതായിട്ട് ആരെങ്കിലും ഹറമിലേക്ക് വന്നാൽ അവർക്ക് സ്ഥലം തരില്ല, അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേക സിറ്റുവേഷനും ഒരു പ്രത്യേക തരത്തിൽ അത് പണ്ടേ ഉള്ളതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ, ആരാധനകൾ അർപ്പിക്കാൻ വരുന്ന വിശ്വാസികൾ പുറത്ത് നിന്നിട്ടും സൗകര്യം ഇല്ലാണ്ടും മുസല്ലായിട്ട് ഓടേണ്ട ഒക്കെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ 2 റീസൺ ആയിരിക്കാം ഇവരിങ്ങനെ ചെയ്യുന്നത്. കണ്ടല്ലേ, നമുക്ക് തന്നെ അറിയാലോ, ലഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹരി, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നത് ബിമാ കസബത്ത് ഐദിനാസി, മനുഷ്യൻ ചെയ്ത തന്നെയാണ് അല്ലെ, മനുഷ്യൻ അവന്റെ കൈകൾ കൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവരിങ്ങനെ പായിക്കുന്നത്. അപ്പൊ ഒരു പുതിയ മുസല്ല ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ ബാരിക്കേഡ് അങ്ങ് റിമൂവ് ചെയ്യുമ്പോൾ ഒരു പുതിയ പുതിയ ആളുകൾക്ക് വന്നിരിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പം ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ അമലുകൾ ചെയ്യാം, നമുക്ക് എങ്ങനെ ഹറമിൽ ഇരിക്കാം, എവിടെ ഇരിക്കാം എന്നൊക്കെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ തന്നെ പോയിട്ട് കുറേ ദിവസങ്ങൾ ആശ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ മനസ്സ് വിഷമിപ്പിച്ച് മുസല്ലയും പിടിച്ച് അങ്ങോട്ട് നടന്ന് അപ്പം പിന്നീടാണ് ഇവരുടെ തന്ത്രങ്ങളും ടിപ്സും ടെക്നിക്സും ഒക്കെ മനസ്സിലായത്. അപ്പൊ ഇനി പോകുന്നവർക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ വളരെ വളരെ യൂസ്ഫുൾ ആവും. അവർക്ക് കുറേ സമയം അത് ചെയ്യാനുള്ളൊരു സൗകര്യവും ലഭിക്കും അല്ലെ. അതിനുള്ള ടിപ്സും ടെക്നിക്സും ഒക്കെയാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് അല്ലെ. ആദ്യമായിട്ട് ഒരുപാട് പോയവരോടല്ല ഞാൻ ഈ പറയുന്നത്, മറിച്ച് ആദ്യമായിട്ട് ഹറമിലെത്തുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് പോയവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ. പിന്നെ നാം ഹറമിൽ ചെല്ലുമ്പോൾ ഇനിയിപ്പോ മുസല്ലിട്ട സ്ഥലത്താണ് നമുക്ക് ഇരിക്കാൻ നോക്കുന്നെങ്കിൽ, അല്ല നമ്മൾ കയറി ചെല്ലുമ്പോൾ ഫുള്ള് പിന്നെ ആളുകൾ നിറഞ്ഞ പോലെ നമുക്ക് തോന്നും അല്ലെ. അതായത് സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം ചെല്ലുന്ന ഒരു മനുഷ്യൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മനുഷ്യൻ സ്വർഗത്തിലെത്തുമ്പോൾ അള്ളഹാനോട് ചോദിക്കല്ലോ, പഠിച്ചോനെ ഇതെന്താണിത്, ഈ സ്വർഗം മുഴുവൻ നിറഞ്ഞല്ലോ, എനിക്ക് എവിടെ ആ സ്ഥലം, ഞാൻ എവിടെ ആ കിടക്ക്, എന്റെ വീട് എവിടെ എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ അള്ളാഹു പറയല്ലോ, നിനക്ക് ആ കാണുന്ന തോട്ടം മതിയോ? അല്ല, അതിന്റെ അപ്പുറത്തുണ്ടായിട്ട് ആ 2 മതിയോ? അതോ? അപ്പൊ പിന്നെയും ചോദിക്കല്ലോ, അല്ല എന്നാ നീ 4 എടുത്തോന്ന്. അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട്, അള്ളാഹു നീ എന്നെ പരിഹസിക്കുകയാണോ? അതുപോലെ നമ്മൾ ചെല്ലുമ്പോൾ ഈ മുസല്ലയിലൊന്നും ഒട്ടും സ്ഥലം കാണില്ല. പക്ഷെ നമ്മൾ 3-4 ആളെ ഒന്നിച്ചിരിക്കാനൊന്നും വിചാരിച്ചാൽ നടക്കുകയില്ല. അപ്പം എല്ലാ ഐഡിയ പോയിട്ട് എവിടെങ്കിലും ഒരു സീറ്റ് കാണുന്നിടത്തിലും എല്ലാം ഒന്ന്, കാരണം അള്ളാഹുവിന്റെ ഹറമാണ് അത്, അള്ളാഹുവിന്റെ അതിഥികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ നമുക്ക് വേണ്ടി ഒരു സ്പേസ് അള്ളാഹു കണ്ടു വെച്ചിട്ടുണ്ടാവും ഓരോ ഭക്ത നിസ്കാരത്തിലും. പക്ഷെ കാണുമ്പോൾ നിറഞ്ഞിരിക്കുകയും ചെയ്യും. ആളുകൾ നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുകയില്ല, ഇവിടെ പറ്റൂല എന്നറിയാം. ഏതെങ്കിലുമൊക്കെ ഒഴിവിൽ ഒറ്റ ഗ്യാപ്പിൽ പോയിട്ടിരുന്ന് നമസ്കരിക്കാം. ഒന്ന്. രണ്ടാമത്തത്, 3-4 പേര് ഒന്നിച്ചിരുന്ന് നിസ്കരിക്കാമെന്ന് നിങ്ങൾ ഇങ്ങനത്തെ ചാൻസിൽ ഒന്നും പോയത്. പക്ഷെ ഒരു മുസല്ല ഓപ്പൺ ആക്കിയ ഉടനെയാണ്, മുസല്ല ഓപ്പൺ ആക്കാന്ന് വെച്ചാൽ ചുറ്റുപാടും ബാരിക്കേഡ് ഓപ്പൺ ആക്കും. അപ്പൊ നമുക്ക് ഒന്നിച്ച് പോയിരിക്കണമെങ്കിൽ അങ്ങനത്തെ സമയത്തെ മാത്രമേ പറ്റുള്ളൂ അല്ലെ. പിന്നെ ഹറമിനുള്ളിൽ ക്ലീനിങ് എന്ന് പറഞ്ഞാണ് അവർ തന്ത്രപൂർവ്വം നമ്മളെ മാറ്റുന്നത് അല്ലേ. പക്ഷെ അപ്പം നമ്മൾ എണീറ്റ് പോരുമ്പോ നമ്മൾ വിചാരിക്കും, പഠിച്ചോനെ ഇനി എവിടാ പോകാം, ഇവര് ഇവിടുന്ന് ഓടിക്കുന്നല്ലോ അല്ലെ. അപ്പൊ അവര് പറയും, എന്താണ് എന്തോ ഒരു പറയലുണ്ട്, മുമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അറബി വാക്കുണ്ട്. നമ്മളൊന്നും അറബി ഡിക്ഷണറിയിലോ ഖുർആനിലോ കേൾക്കാത്തൊരു ടൈപ്പ് വാക്കാണ് അവർ ഉപയോഗിക്കുക അല്ലെ. അപ്പൊ നമ്മൾ വിഷമിക്കും, നമ്മളെ പഠിച്ചാൽ ഈ മുസല്ലയും കൊണ്ട് ഇനി ഞാനിപ്പോ എവിടാ പോവാ അല്ലെ. അപ്പൊ മനസ്സിലാക്കാറു വാഹി വാസിയത്തു ഇന്നമാ യുവഫ സ്വാബിറൂന ബിഐരി ഹിസാബ് അല്ലെ. അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ് അല്ലെ. അതില് ഹിസാബില്ലാണ്ട്, കണക്കില്ലാണ്ട് സ്വബർ ചെയ്തവർക്ക് അള്ളാഹു വിശാലമാക്കി കൊടുക്കും. സൂറത്ത് സുമറിലെ 10-ാമത്തെ ആയത്താണ് അത്. അപ്പൊ അതുപോലെ നമ്മൾ അവർ പറയുന്ന അനുസരിച്ച് വേറെ അങ്ങോട്ടെങ്കിൽ പോയാൽ ഇതുപോലെ വല്ല മുസല്ലകളും കിട്ടും അല്ലെ. അങ്ങനെ അവിടെ ഇരുന്ന് നമുക്ക് പിന്നെ ആരാധനകൾ അർപ്പിക്കുവാനും ഇരുന്ന് ഓതാനും ഒക്കെ പറ്റും. ഹറമിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം കൂടുതൽ ഖിറാഅത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. ഖുർആൻ പാരായണത്തിനാണ് ഒരുപാട് പ്രതിഫലം കിട്ടുക കേട്ടോ, ദിക്റിനേക്കാളും
മറ്റുള്ള ചിലർ കാണാൻ തഫ്സീർ വായിക്കുന്നു, വേറെന്തെങ്കിലും ഫോണിൽ കളിച്ചുത്തിരിക്കുന്നു, വീഡിയോ എടുക്കുന്നു, അങ്ങനെയൊക്കെ ടൈം മിസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഒരിക്കലും അതൊന്നും അവിടെ വെച്ച് ചെയ്ത് ഇപ്പം അവിടെ പോകുമ്പോൾ തന്നെ അവിടുത്തെ ഓരോ സിറ്റുവേഷനും ഞാൻ വീഡിയോ എടുത്താലോ എന്ന് വിചാരിക്കും. അപ്പം അത് പിന്നെ മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രൊമോഷൻ ആ കണ്ടില്ല മുന്തസ്ത ഹറമിൽ പോയിട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുക. അപ്പം അത് തോന്നണ്ട എന്ന് അടുത്ത സിറ്റുവേഷൻ നിങ്ങൾക്കൊന്ന് കാണാലോ എന്ന് വിചാരിച്ച് ഞാൻ തോന്നിയിട്ട് പലപ്പോഴും ചെയ്യാതിരുന്നത് അതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവരിങ്ങനെ പോകാൻ നിർബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു മുസല്ലേന്ന് മറ്റൊരു മുസല്ലയിലേക്ക് പോകുമ്പോഴും നമ്മൾ മെല്ലെ അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെല്ലെ പോകുന്നു എന്ന് വരുത്തി പോലീസിനെ എതിർക്കരുത് ഒരിക്കലും. അവർ പോകുക എന്നുള്ള രീതിയിൽ എണീറ്റ് അവിടെ എവിടെങ്കിലും ഇങ്ങനെ മെല്ലെ 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 ചുറ്റിപ്പറ്റി നിന്നാൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഈ ചിലപ്പോൾ ഇടത്തോട്ട് പോകാൻ പറഞ്ഞാൽ ഇടത്തോട്ട് അവിടുന്ന് എണീച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വലത്ത് എവിടെങ്കിലും മുസല്ല ഉണ്ടാവും, അങ്ങനെ ഇരിക്കാൻ ചാൻസ് നോക്കി. അതും വിചാരിച്ച് നമ്മൾ ഹറമിൽ നിന്ന് പുറത്ത് വരേണ്ട ആവശ്യമില്ല അല്ലേ? പിന്നെ ഹറമിൻ്റെ അകത്ത് ഇത്രയും വിശ്വാസികൾ ഉണ്ടെങ്കിലും ലക്ഷക്കണക്കിന് ഇപ്രാവശ്യം 30-40 കണക്കുകൾ പുറത്ത് വിട്ടത് അല്ലേ? അത്രയും പിന്നെ ആളുകൾ ഉണ്ടെങ്കിലും ഒരു വെള്ളം കാരൊക്കെ കിട്ടാണ്ടോ വെള്ളം കിട്ടാണ്ടോ അല്ല പിന്നെ തൈര് അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെയാണ് അവർ നോമ്പർക്ക് കിറ്റിൽ കൊടുക്കുക. കുറച്ച് കാരൊക്കെ കൊടുക്കും, വലിയൊരു അത്യാവശ്യം ഒരു 100 ഗ്രാം വെയിറ്റ് ഉള്ള തൈര്, അതിൽ മിക്സ് ചെയ്യേണ്ട ഒരു തരം മസാല, ബന്ന്, കുടിക്കുന്ന വെള്ളം, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ ഹറമിൽ ഇത്രയും ലക്ഷങ്ങൾ ആളുകൾ ഇരിക്കുമ്പോഴും സ്റ്റുഡൻസ് എന്ന പേര് കുറേ പെൺകുട്ടികൾ, എനിക്ക് തോന്നുന്നു കോളേജിൽ മദീനത്തിലെ കോളേജിൽ നിന്നൊക്കെ വന്ന കുട്ടികളായിരിക്കും, അവരാണ് ഇത് വിതരണം ചെയ്യുന്ന. ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ന് വെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ കാരൊക്കെ കിട്ടിയില്ല ഒരു പരാതി അവിടെ പറയാനില്ല. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വ്യക്തമായിട്ട് അവരിതിങ്ങനെ ഓതി വെക്കുന്ന ഭയങ്കര മിറാക്കിളായി തോന്നും. ഇനിയിപ്പോൾ അത് തിന്ന് കഴിഞ്ഞ് അല്ല സാധാരണ നമ്മുടെ പള്ളിയിലൊക്കെ ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ മഗ്‌രിബ് നിസ്കാരത്തിന് കൊടുക്കുക. ഇത് 10-15 മിനിറ്റ് സമയം എടുത്ത് അത് നോമ്പ് തുറന്നു കഴിഞ്ഞ് മുസല്ലൊക്കെ വലിച്ച് അത് എടുത്ത് ക്ലീൻ ചെയ്ത് അപ്പം തന്നെ അവിടെ സഫായി പോയി. പക്ഷെ ഇത്രയും ലക്ഷം ആളുകളോട് നിങ്ങളൊന്ന് അങ്ങോട്ടേക്ക് നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് എന്ന് പറയേണ്ട ഗതികേടില്ല അല്ലേ? എല്ലാവരും ഒരേ സമയം എല്ലാവരും കിബില കൊള്ളാങ്ങ് നിന്നോടും. ഈവൺ റോട്ടുമല് വരെ അല്ലേ? ഇനിയിപ്പോ റോട്ടുമലുള്ളവർക്ക് ഉണ്ട്, അവർക്കും കിട്ടും നോമ്പ് തുറക്കാനുള്ളതും വെള്ളവും ബിരിയാണി. ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്തൊരു മിറാക്കിൾ തന്നെയല്ല പറയാം. ഇതൊക്കെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കല്ല, ആരോട് പൈസ വാങ്ങിയിട്ടൊന്നും കൊടുക്കല്ലോ അല്ലേ? ഈ നോമ്പുറ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ ഉടനെ കാണാൻ കുറേ പിന്നെ ഫ്ലാസ്കിൽ, അതായത് 1 ലിറ്റർ കൊള്ളുന്ന ഫ്ലാസ്കിന്റെ ബാഗ്സ് ആണ്, കുറേ ഫ്ലാസ്ക് കൊള്ളുന്ന ബാഗ്, അതിൽ കുറേ കാവിന്റെ ചൂടുള്ള കാവ കുടിക്കാൻ വേറെ തന്നെ ഗ്ലാസ്സാ, അതുമായിട്ട് വരും. എല്ലാവർക്കും കാവ വേണ്ടിയവർക്കൊക്കെ കാവയും വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഹറമിലെ ഓരോ കാര്യങ്ങളും അവർ ഇത്രയും നീറ്റായിട്ട് ചെയ്യുന്നത് നമുക്കൊന്നും കഴിയില്ല. നമുക്കറിയാമല്ല, നമ്മളെ വീട്ടിലൊരു സൽക്കാരം നടന്ന നമ്മളെ വീട്ടിന്റെ ഗൃഹനാഥൻ അന്ന് ജ്യൂസും കിട്ടിയിട്ടുണ്ടാവില്ല, ചിക്കൻ പൊരിച്ചതും കിട്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല അല്ലേ? പക്ഷെ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് ആർക്കും ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഇല്ല, എല്ലാം ഫ്രീ ആയിട്ട്, പൈസക്കും അല്ല അങ്ങനെ. പിന്നെ ഒരുപാടൊന്നും ഫ്രീ കൊടുക്കാൻ പറ്റുന്നില്ല, അതൊരു വിഷയമാണ്. അതും ഗവൺമെന്റ് ഹർമേനികളിലെ ഗവൺമെന്റ് നിരോധിച്ചത്. ബിക്കോസ് അങ്ങനെയൊക്കെ ഫ്രീ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ആരൊക്കെ ബിരിയാണി ഫ്രീ കൊടുത്തപ്പോൾ അയാളെ തലയിലെ തൊപ്പിയും തെറിപ്പിച്ച ആൾക്കാർ പോയി. മുസാഫ് കൊടുക്കുന്നുണ്ട് നോക്കുമ്പോൾ അയാൾ വണ്ടിന്റെ പിന്നെ ചക്രത്തിൻ്റെ ഉള്ളിൽ കാല അങ്ങനെ ആൾക്കാർ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് ഇപ്പം ഗവൺമെന്റ് ഫ്രീ നിരോധിച്ചു. കുറെ സ്ഥലം സ്പേസ് ഒഴിവാക്കിയിടാൻ പറഞ്ഞു, ഒരുപാട് സമയം നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും തന്നെ അവരുടെ കുറ്റമല്ല, ഇതിന്നാസി ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ച കുറ്റം കാരണം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് അല്ലേ? അതിന് നമുക്ക് അവരെ കുറ്റം പറയേണ്ട ഒരാവശ്യമില്ല. കാരണം ഇത് നമ്മളെ പോലെയുള്ള വിശ്വാസികൾ ചെയ്തിട്ടുള്ള ഇതാണ്. ഇങ്ങനെ ഈ സീറ്റ് പിടിച്ചു വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയോ? ടോയ്ലറ്റിലും അവിടെ എന്ത് ഭക്ഷണം വാങ്ങി തിന്നലും സുപ്രം ഇരിക്കലും അതൊരു ഹരം. ഒരിക്കൽ എല്ലാവരും കൂടെ അളാമയും മൊത്തമ്മയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ ഇത് വാങ്ങാൻ പോയിട്ട് വരുന്നത് വരെയുള്ള സമയത്ത് അതിൻ്റെ അടുക്ക് ബാങ്കും നിസ്കാരവും നടക്കുകയാണെങ്കിൽ ഈ 1 ലക്ഷം പ്രതിഫലമുള്ള ഹറമിലെ സ്പേസ് ഒഴിച്ചിട്ടിട്ട് നിസ്കാരം നടക്കുക. നമുക്ക് വിഷമായി പോവും. കാരണം 1, 2, 3 ആൾക്ക് നിൽക്കാനുള്ള സ്പേസ് അവരാർക്കും കൊടുക്കുകയില്ല. നിസ്കാരം മൗലവി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഭയങ്കര വിഷമം തോന്നും, പഠിച്ചോനെ നമ്മൾ നിൽക്കാൻ സ്ഥലമില്ലാലോ. അപ്പോൾ ഇങ്ങനെ കണ്ട പല സിറ്റുവേഷൻസും അവിടെ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പിന്നാണ് നമുക്ക് അവിടെ പോയാൽ ലാ ജിദാല ഫിൽ ഹജ്ജ് എന്നാണല്ലോ അല്ലേ? അങ്ങനത്തെ അവസരങ്ങളിലൊന്നും നമ്മൾ അതിനെ കുറിച്ച് വാക്തർക്കങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബാബുസലാം എന്ന വാതിലിൽ കൂടെ എസ്കലേറ്ററിന്റെ വഴി കയറുന്ന, അതായത്
അബ്ദുൽ അസീസ് ഗേറ്റ് ആണ് നമ്പർ 1. അത് കഴിഞ്ഞ് 4ഓ 5ഓ ബാബുസലാം ഗേറ്റ്. അതിന്റെ അടുത്തൊരു എസ്കലേറ്റർ ഉണ്ട്. ആ എസ്കലേറ്റർ ഓൺലി ഗോയിങ് അപ്സ്റ്റെയർ, മുകളിലേക്ക് മാത്രമേ പോവുള്ളൂ. അവിടുന്ന് താഴോട്ട് റിട്ടേൺസ് ഇല്ലാത്തൊരു എസ്കലേറ്ററാ. അപ്പൊ അതിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം. നട്ടുച്ച നേരം, വൈകുന്നേരം, വൈകുന്നേരം 6 മണി വരെ ടെറസിൽ വെയില. ഉച്ചക്ക് അല്ല, ഒരു 10 മണിക്ക് വെയിലുദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു മരങ്ങളും ഇല്ലാത്ത സ്ഥലമില്ല. ആ ടെറസ് ഫുള്ള് വെയിൽ. 6-6:15 വെയിൽ താണാൻ. അപ്പം അല്ല, നട്ടുച്ച സമയത്ത് ജുമാക്കോ ലൊഹറിനോ ഒക്കെ ആ വെയിലത്ത് കയറി ടെറസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഉറപ്പാ. ഒരു കാരണവശാലും എത്ര ദിക്കുണ്ടെങ്കിലും ആ ഭാഗത്ത് ആ എസ്കലേറ്റർ വഴി ആരും തന്നെ ആണായാലും പെണ്ണായാലും കയറാണ്ടിരിക്കുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ജുമാ നിസ്കാരത്തിന് നമുക്കറിയാം, അതെ, നേരത്തെ പോയാൽ അവിടെ സ്ഥലം കിട്ടും. അപ്പൊ നേരത്തെ പോയാലെ ഇവര് ഇരുത്തുന്നത് ഇങ്ങനത്തെ ടെറസിലൊക്കെയാണ്. ആ ടെറസിൽ ഇരുത്താൻ 9 മണിക്ക് 10 മണിക്ക് പോയി 1:30 വരെ അവിടെ ഇരിക്കുമ്പത്തിന് വെയിൽ കൊണ്ടെല്ലാം കൂടെ ആളുകൾ ഒരു വിധാവും. അവിടെ കുറച്ച് സ്പേസ് അറ്റം അപ്സ്റ്റെയർ റൂഫ് ഇട്ടതുണ്ട്. പക്ഷെ അതെല്ലാവർക്കും ഒന്നും കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ബീഹാരികളൊന്നും അല്ലാലോ. ലേശം ഒന്ന് വെയിലുണ്ടാ തലവേദന, അല്ലെങ്കിൽ ജലദോഷം, അല്ലെങ്കിൽ തുമ്മല്, അങ്ങനെ. അപ്പൊ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് വെറും ജസ്റ്റ് നിസ്കരിച്ച് ഇറങ്ങാം. പക്ഷെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ കയറി കഴിഞ്ഞാൽ ജുമയും കുത്തുബയും നമസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഇതാവും. അപ്പൊ മാക്സിമം ആ ടെറസിലേക്കുള്ള വഴിയിൽ എത്തപ്പെടാതിരിക്കാനും, അതിൽ ആ എസ്കലേറ്റർ കണ്ട് അതിൽ കയറാണ്ടിരിക്കാനും മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങളായാലും നിങ്ങളെ ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കണം, അല്ലേ? പിന്നെ പകൽ സമയങ്ങളിലാണെങ്കിൽ ഈ എസ്കലേറ്റർ യൂസ് ചെയ്യുമ്പോഴുള്ള ഈ പ്രശ്നം. അതേസമയം മഗ്‌രിബിന് മേശൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോയിരുന്നാൽ നോ പ്രോബ്ലം, നല്ല കാറ്റ് കിട്ടും, തണലുണ്ടാവും, അന്നേരം പ്രശ്നമില്ല. ഈ പകലെന്ന് പറയുന്ന മഗ്‌രിബ് 6 മണി വരെ അവിടെ വെയില. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പോൾ നമ്മൾ ഏത് വഴി കയറണം, അല്ലേ? അങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മത്താഫിൻ്റെ അടുത്ത് കുറേ മുസല്ലകളുണ്ട്, അല്ലേ? അത് ഒരു 11 മണി മുതൽ 12:30, ജുമാന്റെ ദിവസത്ത് പറയുകയാണെ 12:30 മണി വരെയുള്ള സമയങ്ങളിൽ അവർ മേ ബി തുറന്നേക്കാം. ആ തുറക്കുന്ന സമയം ഏതാണെന്ന് അവർക്കും അള്ളാഹ്ക്കും മാത്രമേ അറിയൂ. ഇപ്പം 12 മണിക്ക് തുറക്കുന്ന ഒരു മുസല്ലാണ്, 11:45 നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ അവർ പറയും പൊയ്ക്കോ അങ്ങോട്ട് പൊയ്ക്കോ എന്നല്ല ഒരു അറബി ഭാഷയിൽ ഇങ്ങനെ ഹജ എന്ന് പറഞ്ഞുകൊണ്ടേ നിൽക്കും. പക്ഷേ നമ്മൾ അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചിലപ്പോൾ മുസല്ല ഓപ്പൺ ആക്കുകയും ചെയ്തേക്കാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മുസല്ല കാണുന്നിടത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോകാൻ പറയുമ്പോൾ പോകുന്ന മാതിരി ആക്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ തിരിച്ചു വരാം. അങ്ങനെ കളിച്ചാൽ നമുക്ക് നല്ല മുസല്ല കിട്ടാനും ഇരിക്കാനും ഒക്കെ സാധിക്കും, അല്ലേ? പിന്നെ ഹറമില് അതായത് ഇതുണ്ടല്ലോ, നമ്മളെ തവാഫ് ഗ്രൗണ്ട്, ഏറ്റവും താഴെയുള്ള ഗ്രൗണ്ടിലുള്ള തവാഫ് ഗ്രൗണ്ടിൽ പെണ്ണുങ്ങൾക്കും ഉംറ ചെയ്യാൻ വരുന്ന ഇഹ്റാം കെട്ടിയ ആണുങ്ങളെ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. കാരണം ആ ഗ്രൗണ്ടിൽ ഇപ്പൊ ഫുൾ ആളായി, ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരു വലിയ വിഭാഗം ഗ്രൗണ്ടിൽ തവാഫ് ചെയ്യാൻ നിങ്ങൾ തിരക്കൊന്ന് ആലോചിച്ച് നോക്കണം. ആ ഷർട്ട് ഇട്ട ഒരൊറ്റ ആണുങ്ങളെ അങ്ങോട്ട് കടത്തൂല. ഇനി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഉംറ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്യാം. ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്യുമ്പോൾ തണലാണ്, AC ആണ്, ബട്ട് ഭയങ്കര വൈഡായിട്ട് നടക്കണം. നടത്തത്തിന് പ്രതിഫലമാണല്ലോ പള്ളിൻ്റെ അകത്തും എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ലിഫ്റ്റ് കയറാണ്ട് നമ്മൾ എങ്ങനെ എത്തുമെന്ന് ചോദിച്ചാൽ മത്താഫിലേക്കുള്ള ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഗ്രൗണ്ടിലേക്കുള്ള ആ ആൾക്കൂട്ടത്തിൽ ഉംറക്കാരെ കൂടെ കയറുക. എന്നിട്ട് ചാൻസ് കിട്ടിയാൽ ഒരു ലിഫ്റ്റ് ഇറങ്ങും. നമ്മൾ അബ്ദുൽ അസീസ് ഗേറ്റ് വഴി കയറി കഴിഞ്ഞാൽ ഒരു ലിഫ്റ്റ് ഇറങ്ങും. ലിഫ്റ്റ് എറിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും പോയാൽ നല്ല നല്ല മുസല്ലകളുണ്ട്. പക്ഷെ അവിടെ ചാൻസ് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു മുസല്ലയിൽ കയറി കൂടുക. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് പോയാലും ലെഫ്റ്റ് പോയാലും ഒക്കെ നല്ല മുസല്ലകളുണ്ട്. കാരണം ഞാൻ ഇത് പറയാൻ കാരണം, ഞാൻ അവിടെ ഒരു മാസം നിന്നിട്ട് കുറേ ദിവസം ഇതുപോലെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നതാണ്. വരാൻ നേരത്താണ് ഇങ്ങനത്തെ ഒരു സോഴ്സസ് ഒക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിൽ ഈ വീഡിയോ എന്തായാലും ഒന്ന് കാണണം. കണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം കേട്ടാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. 2-3 ദിവസം ഹറമിൽ പോവുകയും വരികയും ചെയ്താലേ ഈ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആദ്യം പോയവർക്ക് മനസ്സിലാകുമായിരിക്കും, അല്ലേ?
പിന്നെ പിന്നെ സംസമിന്റെ വാട്ടറിന്റെ സോഴ്സ് ഇല്ലേ, സംസം വാട്ടറും ഇതുപോലെ പണ്ടത്തെ പോലെ അത്ര അവൈലബിൾ ഒന്നല്ല, വളരെ റയൽ കേസാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സംസം കിട്ടണമെങ്കിൽ, ധാരാളമായിട്ട് കിട്ടണമെങ്കിൽ അയാൾ ടേബിളിലുള്ള നമ്മളെ പിന്നെ ഒരു കബോർഡ് പോലത്തെ അവിടെ തന്നെ പിന്നെ വെള്ളം എടുക്കാൻ ശ്രമിക്കുക. മറ്റേ ഈ മൊബൈൽ ടാങ്ക് ഉണ്ടല്ലോ അതിൽ നിന്ന് എടുക്കുമ്പോൾ കുപ്പി വെക്കാൻ സമ്മതിക്കുന്നില്ല, അത് പെട്ടെന്ന് തീർന്നു പോവല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മറ്റേൽ തന്നെ പിന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ജലദോഷം തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പിന്നെ സംസം നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പല വിഷയങ്ങളും ഉണ്ടല്ലോ, പല ദുആ ചെയ്യുന്ന കാര്യങ്ങളും. അപ്പൊ നമുക്ക് സംസം ഒരു മുറുക്കോ 2 മുറുക്കോ കുടിച്ച് അതിനിങ്ങനെ ദുആ ചെയ്യുകയും ചെയ്യാം. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകാര്യമായ ദുആ ആയിരിക്കും, ധർമ്മം പിന്നെ സംസം കുടിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ സ്ഥലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അല്ലെ വിഷമിക്കരുത്. അർളുല്ലാഹി വാസിയത്തുൻ അല്ലെ, അതായത് അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. എവിടെയെങ്കിലൊക്കെ നമുക്ക് പിന്നെ പിന്നെ ഈ സ്ഥലം കിട്ടാതിരിക്കില്ല. എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാനിപ്രാവശ്യം ഏതൊരു ദിവസം ഇതുപോലെ പോയപ്പോൾ ഒരു തരത്തിലും ഒരു സ്ഥലത്തും ഇല്ല, അങ്ങനെ അവിടെ തന്നെ പോവുക സ്ഥലം എല്ലാം ഫുള്ളായി കിടക്കുന്നു. എൻ്റെ കൂടെയുള്ള ദിൽഷനോട് ഞാൻ ചോദിച്ചു, ദിൽഷ സംസം ഉണ്ടോ കയ്യിൽ എന്നല്ല, അങ്ങനെ ഉണ്ട് എന്നാണ്. അപ്പൊ ഞാൻ സംസം നിന്ന് നിപ്പിൽ തന്നെ ഇരിക്കാനൊന്നും കുഴപ്പമില്ലല്ലോ, നിന്ന് നിപ്പ് കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു, പഠിച്ചോനെ ഞാൻ തന്നെ എൻ്റെ ഹറമിലെ മുസല്ലയും പിടിച്ച് ഓടുകയാണ് റബ്ബേ, എനിക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല, നീ എവിടെയെങ്കിലും ഒരു സ്ഥലം താ എന്ന് സംസം കുടിച്ച് അങ്ങനെ പറഞ്ഞ്. പക്ഷെ എന്തോ മിറാക്കിൾ എന്ന് വേണം പറയാൻ. അപ്പം തന്നെ ഒരു ചുമരിന്റെ ഗ്യാപ്പിൽ ഒരു ഏണിക്കൂട് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സ്ഥലത്ത് ഞാൻ 2 സീറ്റാ ചോദിച്ചത്, നമുക്ക് 4 സീറ്റ് തന്നു. അൽഹംദുലില്ലാ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടില്ല. അപ്പൊ അതുപോലെ ഭയങ്കര മിറാക്കിൾ എന്ന് വേണം പറയാന്. സംസമിന്റെ കാര്യം ഭയങ്കര അത്ഭുതം. കാരണം നമ്മളിൽ അധികം പേരും സംസം കുടിച്ച് ദുആ ചെയ്താൽ അത് ബിദ്അത്തായി പോവോ എന്നുള്ളൊക്കെ തോന്നൽ കൊണ്ട് അധികം ആളും ദുആ ചെയ്യണമെന്നും അറിയില്ല, എന്ത് ചെല്ലണമെന്നും അറിയില്ല, എന്തെല്ലാം ചെല്ലാമെന്ന് അറിയില്ല, ചെല്ലി എന്തെല്ലാം കാര്യങ്ങൾ സംസം കുടിച്ചാൽ എന്തെല്ലാം കാര്യം നടക്കൂന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സംസം കുടിക്കുന്നതിനെ കുറിച്ചിട്ട്, സംസമിന്റെ മിറാക്കിളിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോന്റെ ഒപ്പം ഞാൻ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോയെ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലീസ് അറ്റൻഷൻ. അതായത് ഈ വീഡിയോയും സംസമിന്റെ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് തന്നെ വെക്കണം. മീൻസ് നിങ്ങൾക്ക് ഡൗൺലോഡിങ് അറിയൂലെങ്കിൽ കുട്ടികളോട് പറയണം ഈ 2 വീഡിയോസും ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ. അതല്ല അതർവൈസ് നിങ്ങൾക്ക് ഇതൊന്നും കിട്ടൂല. കാരണം ഹറമിൻ്റെ അകത്ത് നെറ്റ് അവൈലബിൾ അല്ല, റൂമിൽ തന്നെ എല്ലാവരും കൂടെ എടുക്കുമ്പോൾ അത് വളരെ പിന്നെ റയറായിട്ടേ നമുക്ക് വിളിക്കാനൊക്കെ പറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നെറ്റ് വേണ്ട, അതെപ്പോൾ വേണമെങ്കിലും ഓണാക്കി കാണാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ പിന്നെ ഡൗൺലോഡ് ചെയ്ത് തന്നെ വെക്കണം. അറിയില്ലെങ്കിൽ ചെറിയ കുട്ടികളോട് പറഞ്ഞാൽ അവർ ചെയ്തു തരും അല്ലേ. ഈ വീഡിയോ ഇപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് അവിടെ പോയ സ്ഥലം കിട്ടാഞ്ഞാലും ഇരിക്കാൻ ബുദ്ധിമുട്ടുമ്പോഴൊക്കെ ഇത് കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ, ഇപ്പൊ ആരും തിരെ പോകാത്തവർക്ക് ഞാൻ പറയുന്ന ഒന്നും തിരിയില്ല, അബ്ദുൽ അസീസ് വാദിലേതാ, സലാം ഗേറ്റ് ഏതാ ഒന്നും തിരിയൂല, താഴേതാ മോളേതാന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ അവിടെ 2-3 ദിവസം പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കേട്ടാൽ മനസ്സിലാവും അല്ലേ. അങ്ങനെ പിന്നെ എന്താന്ന് വെച്ചാല്, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നെറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാവും ഡൗൺലോഡ് ചെയ്തേക്കാം. പിന്നെ വെച്ചാല് സംസം ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തെ പോലെ അധികമൊന്നും കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ ഹറമിലേക്ക് വരുമ്പോൾ എല്ലായ്പ്പോഴും ഓരോ ബോട്ടിൽ എടുത്ത് വരാൻ ശ്രമിക്കുക. എന്നിട്ട് ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് തിരിച്ച് റൂമിൽ കൊണ്ടുപോയിട്ട് ഇഷ്ടംമാതിരി സംസം കുടിക്കുക. സംസം കുടിക്കുമ്പോൾ എന്ത് ചെല്ലണം ഇതാക്കണം എന്നൊക്കെ ഉള്ള എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും സംസമിൽ ഷിഫയുണ്ട് അല്ലെ. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് സംസം. സംസം ലിമാ തുശ്രി എന്നാണ്, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സംസമിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു നെഞ്ചു വേദന വന്ന് അത് മാറാൻ വേണ്ടി നെഞ്ഞത്ത് അല്പം പുരട്ടിയാണെങ്കിൽ അതുണ്ട്, അതായത് കുടിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ട്. നമ്മുടെ സ്കിന്നിന് എന്താ അലർജി വന്ന് അത് കയ്യിൽ തേച്ചാൽ അതുണ്ട് അല്ലെ. നമുക്ക് നല്ല വിവരവും ബുദ്ധിയും വേണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തലേ കൂടെ ലേശം ബ്രെയിനിലേക്ക് തട്ടട്ടെ എന്ന് വിചാരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ഉണ്ട് അല്ലെ, അതാണ് സംസം അല്ലെ. പിന്നെ സംസം ആകെ 5 ലിറ്റർ ഇപ്പോൾ
പിന്നെ ഫ്ലൈറ്റിൽ അനുവദിക്കുന്നുള്ളൂ. അപ്പൊ ചിലർ കാണാം പിന്നെ ലഗേജിൽ സംസം വെച്ച് കൊണ്ടുവരുന്നത്. ലഗേജിൽ സംസം ഒരിക്കലും വെക്കരുത്, അത് ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഹാൻഡ് ബാഗേജ് നമ്മളെ കയ്യിലുള്ള കവർ പിന്നെ ഹാൻഡ് ബാഗേജിൽ ചെറിയ ചെറിയ ബോട്ടിൽ വേണമെങ്കിൽ വെക്കാം. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാല്, അതായത് പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറഞ്ഞ പോലെ രാവിലെ തന്നെ 10-11 മണിക്ക് കുളിച്ച് തലയിൽ നനച്ച് അറമ്പിലേക്ക് പോകുക എന്നുള്ളത് നമ്മുടെ ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് അല്ലെ, കുളിച്ചിട്ട് പോകല്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സമയത്ത് കുളിക്കുന്നത് ഭയങ്കര അപകടമാണ്. വെയിലും നല്ല വെയിലാ, നല്ല വെയിൽ. അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഹജ്ജ് നല്ല വെയിലത്തും ആണല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകിൽ സുബഹിയുടെ സമയത്തിലെ സുബഹി കഴിഞ്ഞ പാടോ അല്ലെങ്കിൽ സുബഹിക്ക് നിസ്കാരത്തിന് പോകുന്നതിന് മുൻപോ കുളിച്ചിട്ട് പോകാം. ഇനി ഇറക്കങ്ങളിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ രാത്രിയോ വൈകിട്ടൊക്കെ കുളിക്കാം അല്ലേ, അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫസ്റ്റ് ഫ്ലോറിൽ മത്താഫിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് മുകളിലേക്ക് കയറിയാലും പിന്നെ കുറേ മുസല്ലകളുണ്ട്, അവിടെ പോകാം. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവൂല. അങ്ങനെ കുറച്ച് അറബിൽ പോയി ശീലമായാലേ മനസ്സിലാവും. പിന്നെ ഈ അബ്ദുൽ അസീസ് ഗേറ്റ് വഴി ഇറങ്ങി കഴിഞ്ഞിട്ട് മത്താഫിലേക്ക് പിന്നെ തവാഫ് ചെയ്യാൻ കയറാതെ അവിടുന്ന് റൈറ്റിലേക്ക് ഒരു വളഞ്ഞ വഴിയുണ്ട്, അതിലേ പോയി കഴിഞ്ഞാൽ സഫാ കുന്ന് ഷോക്കേസിലാക്കി വെച്ചത് കാണാം കേട്ടോ. അങ്ങനെ മത്താഫിലേക്ക് അബ്ദുൽ അസീസ് ഗേറ്റ് വഴി ലിഫ്റ്റ് അല്ല എസ്കലേറ്റർ വഴി ഇറങ്ങി കഴിഞ്ഞാൽ വല്ലപ്പോഴും ആ വലത് വശത്തേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അതിലേ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടമാതിരി സംസം കിട്ടും. വേണമെങ്കിൽ വുളു ചെയ്യാൻ പറ്റും. മാത്രമല്ല സഫ മല ഷോക്കേസിലാക്കി വെച്ചിട്ടുള്ളത് കാണാം. കുറേ ആളുകൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാം. പക്ഷെ നമുക്ക് കുറേ ദുആ സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെ വെച്ചും ദുആ ചെയ്യാം. പിന്നെ ഈ ഹർമിലെ സ്വർണ്ണപ്പാത്തി ഉണ്ടല്ലോ, അതിന്റെ താഴെ നിന്ന് ദുആ ചെയ്താലും ദുആ സ്വീകരിക്കുമെന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ ഈ ഞാൻ പറഞ്ഞ സഫാന്റെ ആ ഭാഗത്തേക്ക് അധികം ആളുകളൊന്നും വരാത്ത ഒരു ഏരിയ ആണ്. നമുക്ക് എന്താ വെച്ചാൽ അവിടുത്തെ പോലീസും പട്ടാളവും ഒന്നും ഇല്ലാത്ത ടൈം ആണെങ്കിൽ കുറേ അവിടെ നിന്ന് ദുആ ചെയ്യാം അല്ലെ. ദുആ സ്വീകരിക്കുന്ന സമയമാകുമ്പോൾ ഒരു ദുആ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാം അല്ലെ. ഡോണ്ട് മിസ് ചാൻസ് ഓഫ് ദുആ സ്വീകരിക്കാനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് അല്ലേ. കാരണം നമ്മൾ എവിടാണുള്ളത്, ഹറമിലാണുള്ളത്, എന്താണ് ദുആ ചെയ്യുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിസ്സാര കാര്യങ്ങൾ വരെ പ്രാർത്ഥിക്കാൻ പിന്നെ വിട്ടുപോകരുത്. പിന്നീട് അതൊരു ഖേദിക്കാനുള്ള ഒരു ചാൻസ് ആയി പോകരുത് അല്ലേ. നമുക്ക് അന്നേരം ദുആ ചെയ്യുന്നു പിന്നീട് നമുക്ക് തോന്നിപ്പോകരുത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള ഉംറക്കോ ഹജ്ജിനൊക്കെ എത്തുന്നവരില്ലേ, നോട്ട് ദിസ് പോയിന്റ് അല്ലേ, ഹറമ് മനസ്സിലായി. നിങ്ങൾ ആദ്യമായിട്ട് ഉംറക്കോ ഹജ്ജിനൊക്കെ പോകുന്നവര് 1, 2, 3 ദിവസങ്ങളിലൊക്കെ നമുക്കൊരു തപ്പിപ്പഴയാണ്. നമ്മുടെ ഹോട്ടൽ ഏതാന്ന് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ ഏത് ഡോറിലൂടെയാണ് കയറേണ്ടത്, അജിയാദ് സൈഡാണോ അസീസിയ ഭാഗത്താണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ ആ കൺഫ്യൂഷൻ സ്വാഭാവികമാണ്. മാത്രവുമല്ല ഹജ്ജിന് പോകുകയാണെങ്കിൽ നമുക്കൊരു മിസ്സിങ് ഫറലാണ്. നമ്മൾ എന്തായാലും നമ്മളെ ആണുങ്ങളെ നമ്മളെ കുടുംബക്കാരെയൊക്കെ ഒന്ന് മിസ്സാവും, എന്നിട്ട് നമ്മളൊന്ന് ബേജാറാവും, എന്നിട്ട് നമ്മൾ വിഷമാവും, എന്നിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. അഥവാ ഇനി ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ മെയിൻലി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഗ്രൂപ്പുകാരിട്ട് തരുന്ന കഴുത്തിലെ ടാഗ് ഇടാണ്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് പോകരുത്. ഈവൻ ടോയ്ലറ്റ് പോകുമ്പോൾ വരെ അത് ഇട്ടോളണം, നിർബന്ധമായിട്ടും ഇടണം. കാരണം 1, 2 ഈ അടുത്ത ദിവസം കണ്ണൂർ വെച്ച് ഒരു ഒരു ഉമ്മനെ നഷ്ടപ്പെട്ട ആ മോന് ബേജാറായതിന് ഒരു അറ്റവും ഇല്ലല്ലേ. വലിയൊരു പ്രായപൂർത്തി പക്വതയുള്ള മോനാണ് ഉമ്മനെയും കൊണ്ട് പോയിട്ടുള്ളത്. ഉമ്മ ഈ മറ്റേ എവിടാണ് സഫേല മറവേലറ്റ തന്നെ ഉള്ളത് അല്ലേ. പക്ഷെ എന്നിട്ടും കുറേ കാണാണ്ട് 3-4 ദിവസം അവർ തീ തിന്നേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കാരണവശാലും കഴുത്തിൽ ടാഗ് ഇടാൻ മറന്നു പോകുക. ഇതെന്തിനാ അവർ തന്നത് തന്നെ അധികം ആളുകൾക്കും അറിയില്ല എന്നതാണ് സത്യാവസ്ഥ. അപ്പൊ നിങ്ങൾ കഴുത്തിൽ ടാഗ് ഇടാൻ ഒരിക്കലും മറന്നു പോകരുത്. ആ ടാഗ് കഴുത്തിൽ സൂക്ഷിക്കണം. ഇന്റർനാഷണൽ പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത്. ഹജ്ജ് ഉംറ എന്ന് പറയുന്നത്. നമ്മളൊന്ന് വീണ് കിടന്നാൽ നമ്മുടെ അയൽവാസിയോ നമ്മുടെ ആങ്ങളെ നമ്മളെ റിലേഷൻസോ നമ്മളെ നെയ്ബേഴ്സോ ആരും ഉണ്ടായിരിക്കുകയില്ല. നമ്മളൊന്ന് മനസ്സിൽ റെക്കഗ്നൈസ് ചെയ്യാനല്ലേ, ഇത് നമ്മുടെ മുംതസാണ് അല്ലെങ്കിൽ ഇത് തലശ്ശേരിയുള്ള ഫാത്തിമ ആണെന്ന് മനസ്സിലാക്കാൻ ആരും ഉണ്ടാകൂല. അതുകൊണ്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഈ
പിന്നെ ടാഗ് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഒന്ന് BP കൂടിയാൽ, ഒന്ന് തല ചുറ്റി വീണാൽ അല്ലേ, അപ്പൊ അവർക്ക് എത്തിക്കണമെങ്കിൽ അങ്ങനെ. ഇനി ഇൻ കേസ് നമ്മൾ വല്ലപ്പോഴും നമ്മളെ മിസ്സായി എന്ന് വിചാരിച്ചു, നമ്മളെ കൂട്ടത്തിലുള്ള ഞാനിപ്രാവശ്യം പോയപ്പോൾ ഹസ്ബൻഡിന്റെ ബഷീർഖാന്റെ ഏട്ടന്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ കുറച്ച് ഏജ്ഡാണ്. അപ്പൊ അവർ കൈ പിടിച്ച് 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 ഞാൻ ഉംറയൊക്കെ ചെയ്യിച്ച അവസാന ഘട്ടത്തിൽ, അല്ല സോറി സായി, പിന്നെ തവാഫ് ചെയ്തുകൊണ്ട് മടങ്ങുമ്പോൾ ഭയങ്കര ഒരു റഷ് വന്ന് ഇന്തോനേഷ്യക്കാരെ പോലെയുള്ള ഗ്രൂപ്പായിട്ട് അവരടിച്ച് അങ്ങോട്ട് കയറി എൻ്റെ കൈ പിടുത്തം വിട്ട്. അതൊരു കാരണവശാലും ഞാൻ തെരഞ്ഞിട്ടൊന്നും എവിടെയും കണ്ടില്ല. പക്ഷെ അവര് നല്ല ഡീസൻ്റ് ആയിട്ട് പെരുമാറി. കഴുത്തിലുള്ള ടാഗ് പോലീസിനെ കൊണ്ടുപോയി കാണിച്ച് നിമിഷ നേരം കൊണ്ട് പോലീസ് പിന്നെ അമീറിനെ വിളിച്ച് അമീർ അവിടെ എത്തി, അവരെ എസ്കേപ്പ് ചെയ്തെല്ലാം നല്ല കൂളായിച്ച്. പക്ഷെ ഞാനിത് മണിക്കൂറുകളോളം കാത്തു നിന്ന് സഹി നിർത്താനും പറ്റില്ല, സഹി ചെയ്ത് എന്നിട്ടൊക്കെ ഞാൻ റൂമിലെത്തിയിട്ടും ഞാൻ വിഷമിക്കുക. പക്ഷെ ഇവര് ഇതൊക്കെ നട്ട വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പിന്നെ പോലീസിനെ അവിടെ പോലീസും പട്ടാളവും മറ്റേ ക്ലീനിങ് സ്റ്റാഫും ഒക്കെ ഉണ്ടാവും. ആരെങ്കിലും കാണിച്ചാൽ അവരെ ഫോൺ ഉപയോഗിച്ച് അവിടുന്ന് അമീറിനെ വിളിച്ചെന്നാൽ നമുക്ക് പോകാം. ഒരു കാരണവശാൽ ടാഗ് ഇടാണ്ട് പോകരുത്. എന്തെങ്കിലും മിസ്സിങ് സംഭവിച്ചാൽ ഈ ടാഗ് കാട്ടിക്കൊടുത്താൽ അവർ നമ്മളെ ഹോട്ടലിൽ എത്തിക്കും കേട്ടോ. അപ്പൊ ഈ ടാഗ് നിർബന്ധമാണ്. കുറച്ച് ദിവസത്തേക്കൊക്കെ ഇട്ടോളൂ, കാരണം നമ്മള് പിന്നെ ഹർമൊന്ന് പരിചയമാകുന്നത് വരെ. എന്നാലും പിന്നെയും നമ്മൾ ഒറ്റക്ക് രാത്രിയൊക്കെ എത്തിക്കാപ്പിരിക്കാനോ രാത്രി അറമിൽ ഉറങ്ങാനൊക്കെ പോകുമ്പോൾ ഒറ്റക്ക് പോകുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇത് വളരെ നല്ലതാണ്. കാരണം നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മളെങ്ങാനും എവിടെയെങ്കിലും ആയി പോവുകയോ ഒന്ന് ബോധം പോവുകയൊക്കെ ചെയ്താൽ. പിന്നെ വെച്ചാല് ഹജ്ജിന് പോയ വഴി തെറ്റലും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. അതെല്ലാവർക്കും ഉള്ളതാണ്, യൂണിവേഴ്സായിട്ട് സംഭവിക്കുന്നതാണ്. ഇത് എനിക്കും നിങ്ങൾക്കും മാത്രം ഉള്ളതല്ല എന്ന് വിചാരിക്കുക കേട്ടോ. അത് വിചാരിച്ചൊന്നും ആരും ഉംറക്ക് ഹജ്ജിനൊന്നും പോകാണ്ട് നിൽക്കണ്ട. കാരണം ഇത് പറയുന്നത് എത്ര ആളുകൾ പോകുന്നോ അവർക്കെല്ലാം മാഫിറത്തുണ്ട്, അവർക്കെല്ലാം മർഹമത്തുണ്ട്, അവർക്കെല്ലാം അള്ളാഹുവിന്റെ റിള ഉണ്ട് അല്ലേ, റിളല്ലാഹി കാമിലൻ. പിന്നെ നമ്മൾ എന്തിനാ പോകാണ്ടിരിക്കുന്നത്? ആളുകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ പാപമോചനം അവരാരും ചെയ്താലും നമുക്ക്, ഈവൻ നമ്മുടെ ഉപ്പയും ഉമ്മയും ചെയ്താൽ വരെ നമുക്ക് പാപമോചനം ലഭിക്കുകയില്ല. നമ്മൾ തന്നെ ചെയ്യണം അല്ലേ. പിന്നെ നമുക്ക് ഹറമിൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകണ്ടേ, എന്താ ചെയ്യണ്ടേ എന്നൊക്കെ പലപ്പോഴും ഡൗട്ട് തോന്നും. നമ്മളെ ഗേറ്റ് ഏതാ, നമ്മളിപ്പോ ക്ലോക്ക് ടവറിന്റെ അടുത്തേക്കൊന്ന് പോകണമെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഒരിക്കലും ഒരു ഡൗട്ടും അവിടുത്തെ പോലീസിനോടോ അവിടുത്തെ എന്താ പറയാ പട്ടാളത്തിനോടോ ഒന്നും ചോദിക്കരുത്. ബിക്കോസ് അവർക്ക് അറബി മാത്രമേ അറിയൂ. അത് തന്നെ കൊളോക്കിയൽ അവിടുത്തെ അറബി, സംസാര ഭാഷ അറബി മാത്രം, അവർക്ക് വേറൊരു ഫോറിൻ ലാംഗ്വേജും അറിയുകയില്ല. ബിക്കോസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നിങ്ങളുടെ ക്ലീനിങ് സ്റ്റാഫിനെ, ലേഡീസ് ആവട്ടെ ജെൻസ് ആവട്ടെ, ഈ പിന്നെ അറമിലെ മുസല്ല ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കുറേ ബിഹാരി പെൺകുട്ടികളും പിന്നെ ഈ വാഷ് ചെയ്യാനായിട്ട് ക്ലീനിങ്ങും വാഷിങ്ങും ഡ്രൈ ചെയ്യാനും ഒക്കെ ഉള്ള പിന്നെ മൊപ്പൊക്കെ ആയിട്ട് നടക്കുന്ന ബിഹാരി ആൺകുട്ടികളോട് എന്ത് ചോദിച്ചാലും കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ പിന്നെ ഹജ്ജിനൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് പൈസ കയ്യിൽ കരുതുക. കാരണം ഹറമിൽ എന്ത് ചെയ്താലും 1,00,000 പ്രതിഫലമാണ്. അങ്ങനെയെങ്കിൽ ഈ ക്ലീനിങ് സ്റ്റാഫിനൊക്കെ നമ്മളൊരു 5 റിയാൽ, അതായത് ഏകദേശം ഒരു 110 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 110 ലക്ഷമായിട്ടല്ലേ അത് അള്ളാഹു തിരിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ കുറേ നാട്ടിലേക്കൊക്കെ ഓരോന്ന് വാങ്ങിക്കൂട്ടുമ്പോൾ കുറച്ച് പൈസ കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൊടുക്കുന്നത് വളരെ വളരെ നമുക്ക് ഭാവിയിലേക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടായിത്തീരും. പിന്നെ വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കുറേ ആളുകൾക്ക് അവിടുന്ന് അബദ്ധം പറ്റിയത് കൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. അതായത് നിങ്ങളിലുള്ള കയ്യിലുള്ള ഫോണും പേഴ്സും ഇതൊരു കാരണവശാലും നിങ്ങൾ ഒരു സ്പോട്ടിൽ വെക്കുകയോ ബാഗിൽ വെക്കുകയോ ചെയ്യരുത്. അതായത് ഒരു സമയത്ത് ഞാനിതുപോലെ മത്താപ്പിന്റെ സൈഡിൽ പോയിട്ട് ഇതുപോലെ എങ്ങനെ എസ്കേപ്പ് ചെയ്ത് കയറാന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള സ്ത്രീ, എനിക്ക് തോന്നുന്ന അമേരിക്കൻ സെറ്റാണ്. അവള് ഭയങ്കര കരച്ചിൽ, എന്തൊരു നല്ല ചെത്ത് പറതയൊക്കെ എനിക്ക് തോന്നുന്നു എത്രയോ ലക്ഷം, അല്ല സോറി, ആയിരക്കണക്കിന് ഉറുപ്പ്യന്റെ 60,000 ലക്ഷം ഉറുപ്പ്യന്റെ ബാഗൊക്കെ പിടിച്ചിട്ടാണ് അവിടെ പലരും വരുന്നത്. അപ്പൊ അവളെ ബാഗ് ഏതോ ഒരു മുസല്ലയിലായിപ്പോയി. അവള് മൂത്രമൊഴിക്കാനൊറ്റ പോയപ്പം അതിലടക്കുകയും ചെയ്തു. അവള് കുറേ കരഞ്ഞിട്ടാണ് ആ മുസല്ലയിലെ കയറുന്നത്. ഫോട്ടോ എടുത്ത് കാട്ടി കൊടുക്കുന്നുണ്ട് അവളോട്, എന്നിട്ടൊന്നും അവര് സമ്മതിക്കുന്നില്ല. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ എന്തെങ്കിലും
ടോയ്ലറ്റിൽ പോകാനോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ പുറത്തേക്ക് വരികയാണ് ബാഗും സാധനങ്ങളൊന്നും അവിടെ വെച്ചിട്ട് ഒരു കാരണവശാലും വരരുത്. കാരണം നമ്മൾ തിരിച്ച് ചെല്ലുമ്പോഴേക്കും അവിടുത്തെ ഡോർ അടഞ്ഞു പോയിട്ടുണ്ടാവും, ആരെങ്കിലും ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. അത് എനിക്ക് തോന്നുന്നു അവളെ പേഴ്സും ബാഗും ഫോണും ഒക്കെ അതിലുണ്ട്. അതാണ് ആ ഒരു വലിയൊരു പെണ്ണുങ്ങൾ, എൻ്റെ പ്രായമുള്ള പെണ്ണുങ്ങൾ എന്തൊരു കരച്ചിലാ കരയുന്നത്, എന്നിട്ടൊന്നും അവർ സമ്മതിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാഗും ഫോണും പേഴ്സും ഇടാന് നമ്മളെ കഴുത്ത് കൂടെ ലെവൽ വി ഷേപ്പിൽ സ്ട്രാപ്പുള്ള ഒരു ചെറിയ കുഞ്ഞി ബാഗ് കരുതുക, കഴുത്ത് ചുറ്റിയിട്ടിടുന്ന അതിൽ ബാഗും ഫോണും പൈസയും വെക്കുക. ഈ ബാഗിലാകുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ അധികം ആളുകൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് അറബിലേക്ക് മുസാഫ് കൊണ്ടുവരും. അപ്പൊ ഇതും കൊണ്ട് ടോയ്ലറ്റിൽ പോകാൻ പാടില്ലാലോ എന്ന വ്യാജേനല്ല എന്ന ഒരു സത്യത്തിൽ അവർ പുറത്ത് വെക്കും. പുറത്ത് വെച്ചിട്ട് എൻ്റെ കൂടെ പോയ ഒരു പെണ്ണുങ്ങളെ ഫോണ് പോയ പിറ്റേന്ന് തന്നെ പോയി ഫോണും അവരുടെ പൈസയും ഒക്കെ, മരുന്നും, അത് ആസ്പിരിൻ ഗുളിക കുടിക്കുന്നവരായിരുന്നു, അതുകൊണ്ട് അവരുടെ ഗുളികകളൊക്കെ മിസ്സായി എന്ന് പറയുന്നത് കേട്ടു. ഒരു കാരണവശാലും ഫോണും പേഴ്സും ഉള്ള ബാഗ് പുറത്ത് വെക്കരുത്. ഖുർആനും മറ്റുള്ളതൊന്നും വെച്ചാലും പോയാൽ പ്രശ്നവും ഇല്ലാലോ. അങ്ങനെ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിസ്കരിക്കാനായിട്ട് മുസല്ലയിൽ ഇരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ ചെരുപ്പുണ്ടാവും, വെള്ളം കുടിക്കുന്നുണ്ടാവും, സ്നാക്സ് ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ അതൊന്നും ഒരു കാരണവശാലും പിൻഭാഗത്ത് വെക്കരുത്. കാരണം അതും അവർക്കും ഇതുപോലെയുള്ള ഗ്രൂപ്പിന്റെ ബാഗുകളോ ഷോപ്പിന്റെ കവറുകളൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ശ്രദ്ധിക്കാണ്ട്, ഇപ്പൊ ഈവൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കാണ്ട് മറ്റുള്ളവരത് എടുത്തു, അതിന്റെ ബാഗാണ് നീല നിറാണ്, അവരുടെ വേഗം നീലാണെങ്കിൽ നമ്മൾ ഓർക്കാണ്ട് നീല എടുത്ത് പോകും. അപ്പൊ അതുകൊണ്ട് മുമ്പിൽ നിന്ന് അവരെടുക്കുമ്പോൾ നമ്മളെ കണ്ണിൽ പെടും. ചെരുപ്പാണെങ്കിലും ശരി, ചെരുപ്പ് കവർ ചെയ്ത് വെക്കണം. എന്ത് സാധനമാണെങ്കിലും മുമ്പിൽ മാത്രമേ വെക്കാവൂ. പിന്നെ ഈ എന്താ വെച്ചാൽ സാധനങ്ങൾ ബാഗൊക്കെ സാധാരണ എടുത്ത് ഓടി പോകുന്നൊക്കെ ഉണ്ട്. ഹറമിലും നല്ല കളവ് നടക്കുന്നുണ്ട്. ഈ ഹജറുൽ അസ്വദ് മുത്താൻ പോയപ്പോൾ ഒരാള് സിബ് തുറന്ന് ഫോൺ എടുത്ത് പോയി. കാരണം നല്ല തിരക്കായിരുന്നു അന്നേരം, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം മിസ്സായാൽ പോലും നമ്മുടെ നമസ്കാരത്തെ അത് ബാധിക്കും, നമ്മുടെ തഖ്വയെ അത് ബാധിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു ഒരു സാധനം മിസ്സാക്കാണ്ട് സൂക്ഷിക്കണം. ഫോണും പൈസയും മാത്രം ഇടാനായിട്ട് ഒരു വി ടൈപ്പ്, അതായത് നമ്മളെ ഷോൾഡർ വിലങ്ങനെ നിൽക്കുന്ന, കഴുത്തിൽ കൂടെ ചുറ്റിടുന്ന ഒരു സാധനം വേണം. എന്നുവെച്ചാൽ കഴുത്തിലല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഊരി വെക്കും അല്ലേ. ഷോൾഡർ ബാഗ്സ് ഒക്കെ നമുക്ക് ഊരി വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ കഴുത്തിലുള്ള സാധനം എപ്പോഴും നമ്മളെ ബോഡിയിൽ ഫിക്സ് ആയിട്ട് നിൽക്കും. പൈസയും കൊണ്ട് ടോയ്ലറ്റിൽ പോയാലും പ്രശ്നമൊന്നും ഇല്ലാലോ. പിന്നെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഫുഡ് സ്കിപ്പ് ചെയ്യരുത് അല്ലേ. പലരും കാണാൻ നമ്മൾ ഭയങ്കര ഇബാദത്താണ്, നമുക്ക് ഫുഡൊന്നും വേണ്ട, നമ്മൾ അള്ളാഹുവിൽ സമർപ്പിക്കുക. അള്ളാഹുവിൽ സമർപ്പിക്കണമെങ്കിൽ സമർപ്പിക്കുന്നതുകൊണ്ട് വിരോധമില്ല. നമ്മൾ നേരത്തിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് ആ ഫുഡൊക്കെ കൃത്യമായിട്ട് കഴിക്കാൻ തന്നെ ശ്രമിക്കണം. വരാനാകുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയിലാവും. പിന്നെ രാവിലെ കുളിച്ച് വെയിൽ കൊള്ളരുത് അല്ലേ. അങ്ങനെ പിന്നെ നമ്മുടെ വെയിൽ കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്രത്യേക തരം പ്രൊട്ടക്ടറായിട്ട് ഒരു നല്ലൊരു ഹാറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ആ തൊപ്പിക്ക് മുഖംമൂടിയുണ്ട്, പിന്നെ കണ്ണിന് ഷെയ്ഡ് ഉണ്ട്, തൊപ്പിയുണ്ട്, പിന്നെ ഇതുണ്ട്, മാസ്ക് ഉണ്ട്. എല്ലാം കൂടെ കവറപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക സ്റ്റൈലിഷ് തൊപ്പി ഇറങ്ങിയിട്ടുണ്ട്. അത് വെച്ചാൽ നമ്മൾ പിടിക്കണ്ട, നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് കുട കിട്ടും. പക്ഷെ ആ വലിയ കുടയും ചൂടി കുട കൈ പിടിച്ച് അത് മടക്കി പിടിച്ച് ആളുകളെ കണ്ണ് കുത്തി അത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തൊപ്പി വാങ്ങാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. നല്ലതാണ്, വെയിലും കൊള്ളൂല, കണ്ണിലേക്ക് വെയിൽ അടിക്കുക, കണ്ണിനും ഭയങ്കര വെയിൽ പറ്റൂല, മുഖത്തേക്ക് മാസ്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു സ്റ്റൈലിഷ് തൊപ്പി. പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഡോണ്ട് റിമെമ്പർ അല്ല, ഒരിക്കലും ദുആന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഒരു വിട്ടുവീഴ്ച അരുത്. ദുആന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിസാര കാര്യം വരെ, ഇപ്പൊ നമ്മളെ വീട്ടിൽ പണിക്ക് ആളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അമ്മായിമ്മ എന്നെ എപ്പോഴും കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ഈ കുട്ടികള് ബെഡിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളുണ്ട്, അങ്ങനെ എന്തെല്ലാം നിസാര കാര്യങ്ങളുണ്ട് അതൊക്കെ പറയല്ലേ. സ്ഥിരമായിട്ട് പല ട്രിഗർ ചെയ്യുന്ന പല രോഗങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഭക്ഷണം കഴിച്ച പാട് ഗ്യാസ്, അല്ലെങ്കിൽ ശോധനക്കുറവ്, അല്ലെങ്കിൽ ശോധന കൂടുതൽ, അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ മൈഗ്രെയിൻ, തലവേദന, അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവല്, എന്തെല്ലാം നിസാര കാര്യങ്ങളുണ്ടോ ഇതൊക്കെ എഴുതി കൊണ്ടുപോയിട്ട് ദുആ ചെയ്യണം. നമ്മൾ അറബിലത്തെ എൻ്റെ സൂക്കടൊക്കെ എനിക്കറിയാം, ഞാൻ കുറെ പോയിട്ടുള്ളത് കൊണ്ട് പറയാണ്. ഞാനത് അന്നേരം ഓർമ്മിച്ച് അങ്ങനെ ഒന്നും വിചാരിക്കരുത്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഓർമ്മിച്ചിട്ട്
ചെയ്യണം. പിന്നെ ഹറമിൽ പോകുന്നവരോടൊക്കെ ഒരു കാര്യം, എല്ലാവരും കാല് വേദനയും കൊണ്ട് തന്നെയാണ് അവിടെ എത്താറ്. ഈവൻ ഞാനും, എൻ്റെ കാലിൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു കാല് അങ്ങനെ പൊട്ടി പാളീസായിട്ട് ഓപ്പറേറ്റ് ചെയ്തല്ല കൂടെ കമ്പിയൊക്കെ ഇട്ട് വെച്ചതാ. മറ്റേ കാല് ഡിസ്ലൊക്കേറ്റഡ് ആയി ചിരട്ട ഇങ്ങോട്ട് തെന്നിപ്പോയി വേറെ. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മരുന്ന് പറഞ്ഞു തന്നു. ആ മരുന്ന് നിങ്ങൾ പിന്നെ ഇവിടുന്ന് തന്നെ വാങ്ങണം. ഇവിടുന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങണം. മെഡിക്കൽ ഷോപ്പിൽ അതിന് 15 റിയാലും മറ്റുള്ള ഷോപ്പുകളിൽ 5-10 റിയാൽ. അതൊരു ക്വാളിറ്റി ഇല്ല. അത് മറ്റേ തേർഡ് ക്വാളിറ്റി മരുന്നാണ്. ഒരു കാരണവശാലും പുറത്തുനിന്ന് വാങ്ങരുത്. നിങ്ങൾക്ക് ഓരോ പെയിനും ഇപ്പൊ പോയി വന്ന ഉരവേദനയാണ്, അത് ലേശം പുരട്ടി നമ്മളെല്ലാം പുരട്ടിയാൽ മതി, വേറെ ആരും തേക്കണ്ട. കാലിനൊക്കെ പുരട്ടി ഒന്ന് കിടന്ന് എണീച്ച് കഴിഞ്ഞാൽ ആ വേദന മാറിയിട്ടുണ്ടാവും. നല്ലൊരു മരുന്നാ. ഇനി നാട്ടിൽ നിന്ന് തൈലവും കുഴമ്പൊക്കെ നമ്മൾ കൊണ്ടു ചെന്നാൽ അത് പിന്നെ പെട്ടിയിൽ പൊട്ടിപ്പോണതോ ബാഗേജിൽ വെക്കുന്നൊക്കെ പ്രശ്നങ്ങൾ വേറെ. ഇപ്പൊ ഇതാണെങ്കിൽ അവിടെ പോയി 15 റിയാലിന് ഈ മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ, അതിന്റെ ഒറിജിനൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പെയിൻസും, ഉരവേദന, നടുവേദന, ആ വേദന എല്ലാം ഇതുകൊണ്ട് മാറും. വളരെ ഉപകാരമാണ്. മാത്രമല്ല ഇപ്പൊ ഈ പ്രാവശ്യമൊക്കെ പോയിട്ടുള്ള ആളുകളെ പലരുടെയും കാലുവേദന മാറിയെന്നാണ് റിപ്പോർട്ട് കേൾക്കുന്നത് അല്ലേ. നമ്മൾ സംസം തൊട്ട് കഴുകിയിട്ടുണ്ടാവും, ഈ മരുന്ന് തേച്ചിട്ടുണ്ടാവും, അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു കാരണവശാലും ഒരു സഹോദരിമാരാവട്ടെ സഹോദരന്മാരാവട്ടെ, എൻ്റെ ഹസ്ബൻഡിന് തന്നെ ഒരു സുഖമില്ലാത്ത ആളെ ഹെൽത്തിയാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ യാത്ര അടുപ്പിച്ച് വല്ല പ്രശ്നങ്ങളും മൂപ്പർക്ക്. ഒരു തള്ളവിരലിന്റെ ഒരു ഭാഗം പഴുപ്പ്, വേറെ എവിടേക്കോ വേദന, മുട്ടുവേദന വരെ മുട്ടുവേദന ഇല്ലാത്ത ആളാ. എന്തൊക്കെയോ കോംപ്ലിക്കേഷനും കൊണ്ടാ പോയത്. പക്ഷെ അൽഹംദുലില്ലാ മാഷാഅല്ലാഹ് അവിടെ ചെന്നപ്പോൾ എല്ലാം മാറിയെന്ന് മാത്രമല്ല, ഒരു ചെറിയൊരു പുറനടി വേദന വന്നു. പക്ഷെ അത് ഈ മരുന്ന് 1-2 പ്രാവശ്യം തേക്കുമ്പോഴേക്കും മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരും കാല് ഊരാന്നൊന്നും പറഞ്ഞു പോകാണ്ട് നിൽക്കണ്ട. അതിനുള്ള റെമഡി നമുക്ക് സൗദിയിൽ 15 റിയാൽ എന്ന് പറഞ്ഞാൽ എത്ര റുപ്യ ഉണ്ടാവും? 350 റുപ്യന്റെ ഒരു ഗുളി മരുന്നുകൊണ്ട് മാറും. വെറുതെ പെയിൻ കില്ലർ ഒന്നും ഇവിടുന്ന് വാങ്ങി പോകണ്ട, പെയിൻ കില്ലർ യൂസ് ചെയ്യുകയും വേണ്ട. പിന്നെ ദുആ ബുക്കുകളൊക്കെ കയ്യിൽ കരുതുക പ്രത്യേകം. കാരണം നമ്മൾ ദുആ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, നമുക്ക് അതിലധികം പറയാൻ പിന്നെ മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് ദുആ ബുക്കുകളിൽ ഓതന്റിസിറ്റി ആയിട്ടുള്ള ദുആകളും ഒരുപാടുണ്ട്. ഞാൻ അപ്ലൈ ദുആ പോലെയുള്ള പല ബുക്കുകളുണ്ട്. അതേതെങ്കിലും പിന്നെ തഹജ്ജുദിലെ പ്രാർത്ഥനകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിക്കാം, ഞാനും ദുആ കുറെ വിട്ടുപോയല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പോകാനുള്ളവരോട് പ്രത്യേകം പറയാനുള്ളത്. അന്തസ്ത ആ തൊപ്പി എവിടുന്നാ വാങ്ങാ? അതിന്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. ഒരു മിനിറ്റ്, ഞാൻ ഇത് വീഡിയോ ഓഫ് ആക്കാൻ പറയട്ടെ. ഓക്കെ. ഓയിൻമെന്റിന്റെ പേര് അയച്ചാളി. ഓയിൻമെന്റിന്റെ പേര് വായിച്ചോ? നാട്ടിൽ നിന്ന് കിട്ടുമോ ഓയിൽമെന്റ്, അല്ലെ സൗദിയിൽ നിന്ന് തന്നെ? അതവിടെ കിട്ടുന്ന ഓയിൻമെന്റ് അല്ലേ പറഞ്ഞത്? അതെ, ഇവിടെ മെഡിക്കൽ സ്റ്റോർ കിട്ടുന്ന പറഞ്ഞത്. ഇവിടെ കിട്ടില്ല, ഇവിടെ ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. ഇവിടെ കിട്ടണൊക്കെ ഇവിടെ കിട്ടൂലേ? ടീച്ചറോട് ചോദിച്ചാലും അറിയാം നാട്ടിൽ നിന്ന് കിട്ടുമെന്നുണ്ട്. ചെറിയ കുപ്പിയല്ലേ, അത് അവിടുന്ന് കിട്ടും. അവിടുന്ന് ആരുടെയും വരുന്നവരോട് വാങ്ങാൻ പറഞ്ഞാലും വാങ്ങാം. ഞാൻ അതിന്റെ ഒരു ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ. ഫോട്ടോ എന്നാ പിന്നെ നമ്മുടെ നാട്ടില് ഇവിടെ കിട്ടൂലായിരിക്കൂലേ? നമ്മുടെ ഇവിടെ ഇല്ല മരുന്ന്, ഇവിടെ ഇല്ല.